എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയുവാനുള്ളത്, ഈ കേരളത്തിലെന്നല്ല, ലോകത്തിന്റെ എല്ലാ വൻകരകളിലും കഴിഞ്ഞ 2000 വർഷമായി മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. അത് സുവിശേഷത്തിന്റെ ശബ്ദമാണ്. ജനത്തെ രൂപാന്തരപ്പെടുത്തിയ, ജനത്തെ മാനസാന്തരപ്പെടുത്തിയ, ജനത്തെ പുതുസൃഷ്ടിയാക്കി മാറ്റിയ ഏക സന്ദേശം അത് സത്യ സുവിശേഷത്തിന്റെ സന്ദേശമാണ്. അത് ഈ ദേശത്ത് മാത്രമല്ല, ലോകം മുഴുവൻ ഈ സന്ദേശം വിളംബരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പേരെ ജീവിതത്തിലേക്ക് ഇത് മടക്കിക്കൊണ്ടുവന്നു. ആത്മഹത്യക്ക് ഇറങ്ങിത്തിരിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയ വ്യക്തികളെ ഈ സത്യസുവിശേഷം ദൈവസ്നേഹത്താൽ അവരെ വിളിച്ച് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നതിന്റെ സാക്ഷികളാ ഞങ്ങളിവിടെ നിൽക്കുന്നവർ. മദ്യപാനത്തിൽ അകപ്പെട്ട് തകർന്നുപോയ എത്രയെത്ര കുടുംബങ്ങളെ ജീവിതത്തിന്റെ പ്രത്യാശയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന സന്ദേശമാണ് യേശുവിന്റെ ഈ സത്യസുവിശേഷത്തിന്റെ സന്ദേശം. തകർന്നുപോയ ജീവിതത്തിൽ നിന്ന് അനവധി യൗവനക്കാരെ ജീവിതത്തിന്റെ അർത്ഥമെന്തെന്ന് മനസ്സിലാക്കി അവരെ പുതുമനുഷ്യരാക്കി രൂപാന്തരപ്പെടുത്തിയ സന്ദേശമാണ് യേശു ക്രിസ്തുവിന്റെ സത്യ സുവിശേഷം. ക്രിമിനൽ സ്വഭാവങ്ങൾക്കകത്ത് അകപ്പെട്ട് ക്രിമിനലുകളായി ജീവിച്ച, സമൂഹത്തിന് ഭാരമായി മാറിയ നിരവധി പ്രിയപ്പെട്ടവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന സന്ദേശമാണ് സത്യ സുവിശേഷം. ജയിലിനകത്ത് നിരവധി ജയിലുകളിൽ മാറി മാറി ജയിൽവാസം അനുഭവിച്ച, ക്രിമിനൽ സ്വഭാവത്തിന്റെ ആഴങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യനെ സത്യസുവിശേഷം രൂപാന്തരപ്പെടുത്തി ഇന്ന് യേശുവിന്റെ സാക്ഷികളായി കഴിയുന്ന അനേകരുടെ പേരുകൾ ഞങ്ങൾക്ക് പറയുവാനുണ്ട്. ഇതിന് ജാതിയോ മതമോ ഒന്നുമില്ലെന്നേ. ഏത് ജാതിയിൽപ്പെട്ടവരെയും, ഏത് മതത്തിൽപ്പെട്ടവരെയും, ഏത് സാമ്പത്തിക അവസ്ഥയിൽപ്പെട്ടവരെയും, ഏത് വിദ്യാഭ്യാസ സാഹചര്യത്തിലുള്ളവരെയും പുതുസൃഷ്ടിയാക്കാൻ കഴിയുന്ന ഏക സന്ദേശം അത് ക്രിസ്തുവിന്റെ സന്ദേശമാണ്. എത്രയെത്ര രാഷ്ട്രീയ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, എത്ര സാംസ്കാരിക പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ കേട്ട് കൊള്ളാം, നല്ലത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതൊന്നും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയിട്ടില്ല. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയ, മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഏക സന്ദേശം അത് യേശു ക്രിസ്തുവിന്റെ സന്ദേശമാണ്. ആ സന്ദേശമാണ് ഇന്ന് പകലും ഞങ്ങൾ നിങ്ങളോട് വിളിച്ചറിയിക്കുന്നത്. ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെല്ലാം ക്രിസ്തീയ മാർഗത്തിൽ ജനിച്ചവരൊന്നുമല്ല. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രിയ ശിഹാബുദ്ദീൻ ഇസ്ലാമിക പാരമ്പര്യത്തിൽ ജനിച്ച വ്യക്തിയാണ്. ഇങ്ങനെ പല പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂടെയുള്ള വേണു, ഞങ്ങളുടെ കൂടെയുള്ള മുരളി, ഈ പ്രിയപ്പെട്ടവരൊക്കെ ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചവരാണ്. എന്നാൽ ആമസ്തോത്രം, ജാതിയും മതവും നോക്കി മനുഷ്യനെ വിളിക്കുന്നവനല്ല ദൈവം.